സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദിട്ടമാത്രേ വിനടുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 64 ദശകം നമ്മൾ പിന്നിട്ടു. 65-ാമത്തെ ദശകം രാസക്രീഡയുടെ ആരംഭമാണ്. 65, 66, 67, 68, 69 ഈ 5 ദശകങ്ങളിലാണ് രാസക്രീഡ എന്ന മഹത്തായ വിവരണം. ശ്രീമദ് ഭാഗവതത്തിൽ 29, 30, 31, 32, 33 ദശമസ്കന്ധം എന്നീ 5 അധ്യായങ്ങളിൽ പ്രതിപാദിച്ച രാസക്രീഡ ഇവിടെ 5 മനോഹരമായ ദശകങ്ങളിൽ മേപ്പത്തൂർ സംഗ്രഹിച്ചിരിക്കുന്നു. വസന്ത തിലകമാണ് ഈ ദശകത്തിലത്തെ വൃത്തം. അതിപ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് രാസക്രീഡ. ദശമസ്കന്ധമാണ് ഭാഗവതത്തിൽ പ്രധാനം എന്ന് പറയും. ആ ദശമസ്കന്ധത്തിൽ തന്നെ രാസക്രീഡയാണ് പ്രധാനം. ആ രാസക്രീഡയിലത്തെ ഗോപികാഗീതം അതിലൂടെ വിസ്തരിക്കണില്ല നാരായണീയത്തിൽ. അറിവുള്ളവർ അങ്ങനെയാണ് പറയുക. അതിഗഹനമായിട്ടുള്ള തത്വമാണ്. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമതസാധയിതം പ്രവൃത്ത സാന്ദ്രേണ ചന്ദ്രമകസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാമനാംദേ. ആദ്യം തന്നെ പറയണത് വേണുഗാനത്തെക്കുറിച്ചാണ്. അല്ലയോ ഗുരുവായൂരപ്പ, കാത്യായനി വ്രതം മുമ്പേ മണൽ തീരത്ത് ഇവരെ പൂജിച്ചുല്ലോ ദേവിയെ. അതിൻ്റെ അവസാനം ഭഗവാൻ എന്തൊന്നാണോ പറഞ്ഞത്, നിയമാവസാനെ, നിയമം വ്രതം എന്നിവിടെ അർത്ഥം. ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ കഥിതം, അങ്ങയാൽ പറയപ്പെട്ട മാരോത്സവം, രാസക്രീഡ, അവരെ അനുഗ്രഹിക്കുക, അതിനെ നിറവേറ്റുവാനായിക്കൊണ്ട്, സാധയിതം പ്രവൃത്ത, സാധിപ്പിക്കാനായിക്കൊണ്ട് അങ്ങ് എന്ത് ചെയ്തു? അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയ്ക്ക് മുരളി കാം പ്രാപൂരയ, ഓടക്കുഴൽ വിളിച്ചു. മുരളികാം പ്രാപൂരയോ, മുരളി, മുരളിക, ചന്ദ്ര, താരം, താരകം, ബാല, ബാലിക, കുറേ അർത്ഥമാണ്. പക്ഷെ ഒന്നും കൂടി ഒരു വാക്ക് വേണം തോന്നിയാൽ കാ ചേർക്കാൻ ചില വാക്കുകളുടെ സംസ്കൃതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. മുരളി, മുരളിക. മുരളി എന്നുകൊണ്ട് അർത്ഥം ശരിയാ വെച്ചാൽ അത്രയേ വയ്ക്കുള്ളൂ. കാം എന്ന് ചേർത്താൽ ശരിയാവുള്ളൂ വെച്ചാൽ കാം എന്ന് ചേർക്കാം. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. മുരളി എന്ന് പറഞ്ഞാലും മുരളിക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ബാല എന്ന് പറഞ്ഞാലും ബാലിക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. താരം എന്ന് പറഞ്ഞാലും താരകം, പുത്രൻ, പുത്രക, അർത്ഥം തന്നെയാണ്. മുരളികാം പ്രാപൂരയോ, മുരളീനാദത്തെ പൊഴിച്ചു. നീ എവിടെ, എങ്ങനത്തെ സാഹചര്യത്തിൽ വേണുഗാനം ഉണ്ടായി എന്നാണോ മാത്രമാണോ പറഞ്ഞത്? അല്ല, യമുനാവനാന്തേ, യമുനാ നദീ തീരത്ത് മനോഹരമായിട്ടുള്ള യമുന, വെള്ളം ധാരാളമായിട്ട് കളകള ശബ്ദത്തോടു കൂടി ഒഴുകുന്നതും നിലാവൊക്കെയുള്ള ആ ഒരു ഭാവന മനസ്സിൽ കണ്ടാൽ വളരെ നല്ലതാണ്. യമുനയെ പോയി കണ്ടവർക്കൊക്കെ, നമ്മൾ പോയി കണ്ടിട്ടില്ല കേട്ടോ, കാണേണ്ടതാണ്. യമുന, ഗംഗ അതൊക്കെ ഒരിക്കലെങ്കിലും പോയി കാണേണ്ടതാണ്. അങ്ങനെയുള്ള യമുനാവനാന്തേ, നീ ആ യമുനയ്ക്കുണ്ട പ്രത്യേകത. സാന്ദ്രേണ ചന്ദ്രമകസാ ശിശിരാകൃതാശേ, മനോഹരമായിട്ടുള്ള നിലാവ് ഇങ്ങനെ ഉദിച്ചിരിക്കണു. ആകാശത്തിൽ നിലാവ് ഉദിച്ച് അതിൻ്റെ കുളിർമയോടുകൂടി, അവിടെയൊക്കെ പൊതുവേ തണുപ്പാണ്, നിലാവുണ്ടെങ്കിലും ഒന്നും കൂടി ആ തണുപ്പ് കൂടും, ഒട്ടും ചൂടില്ല എന്നർത്ഥം. അങ്ങനെ ശിശിരീകൃതാശേ, ചന്ദ്രൻ്റെ നിലാവ് കൊണ്ട് കുളിർമയേകുന്ന സുഖം ഉള്ള യമുനാതടാന്തേ, യമുനാതടത്തിൽ നല്ല ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനാണ്. പൂർണ്ണചന്ദ്രനായിട്ട് വെളുത്ത വാവ് ദിവസം എപ്രകാരം നല്ല നിലാവ് ഉണ്ടായി, മനോഹരമായിട്ടുള്ള രാത്രി, മനോഹരമാക്കപ്പെട്ടതായിട്ടുള്ള രാത്രിയിൽ ഭഗവാൻ യമുനാം, അതായത് മുരളീകാം പ്രാപൂരയ, വേണുഗാനത്തിൻ്റെ മഹത്വമൊക്കെ ഒരുപാട് ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്.
വേണുഗാനം ഒരു അധ്യായം തന്നെ ഉണ്ട്, 21 മറ്റ് ദശമത്തിൽ. അതിൻ്റെ ആ പ്രാധാന്യം. അപ്പം അതിവിടെ ഭഗവാൻ വേണുഗാനം ആലപിച്ചു എന്ന് പറയാണ്. സുഷിരവാദ്യങ്ങളിൽ ഏറ്റവും സുഖമുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതുമാണ് ഓടക്കുഴൽ. മ്യൂസിക് തെറാപ്പിയിൽ പരീക്ഷണം നടത്തി മൈഗ്രെയിൻ രോഗത്തിനൊക്കെ ഏറ്റവും നല്ലതത്രേ ഓടക്കുഴലിൻ്റെ സംഗീതം എന്ന് കണ്ടെത്തിയിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ. അപ്പം അത്രയും ശ്രേഷ്ഠമാണ് ഈ മുരളീ ഗാനത്തിന്. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിസമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം തദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാപൂ. ഓടക്കുഴൽ സംഗീതം അതിനൊക്കെയുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ അറിവുള്ളവർക്കും ആസ്വദിക്കാം, അറിവില്ലാത്തവർക്കും ആസ്വദിക്കാം. നമ്മുടെ കലകളും അങ്ങനെയാണ് കേട്ടോ. എല്ലാ കലകളും ഏറെക്കുറെയൊക്കെ അങ്ങനെയാണ്. പക്ഷേ സംഗീതത്തിന് കുറച്ചും കൂടി പ്രത്യേകതയുണ്ട്. ഒന്നും അറിയില്ല, രാഗം അറിയില്ല, താളം അറിയില്ല, വേണ്ട. നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കണില്ലേ, സല് പാട്ട് കേട്ടോ, അതാ പറയുക എവിടെയൊക്കെ രാഗം എങ്ങനെയൊക്കെ പാടി, അതൊന്നും അറിയില്ല. അപ്പോൾ അതറിയണം എന്നില്ല സംഗീതത്തിനുള്ള. ബാക്കി ഇപ്പോൾ കഥകളിയാണ്, മുദ്ര അറിയാതെ കണ്ടാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് മുഴുവൻ. കഥ അറിയണവർക്ക് ഇങ്ങനെ ഏകദേശം കാണാമെന്നേ ഉള്ളൂ, കുറേ കണ്ടാൽ മുഷിയും. മുദ്ര അറിയണവർക്ക് ഒരിക്കലും മുഷിയില്ല, അത്രേ മുഷിയലില്ല. ഓരോ കാണിക്കുന്നത് അവർ ആസ്വദിക്കുന്നുണ്ട്. അർച്ച അറിയണം, അത് തന്നെ പറ്റൂ. സാഹിത്യം അറിവില്ലാത്തവർക്ക് സംസ്കൃതം എന്തെങ്കിലും മനസ്സിലാവുമോ? പലതും അങ്ങനെയാണ് അല്ലേ, അറിവുണ്ടാവണം. വാദ്യം അടക്കപ്പം അങ്ങനെ. ആ കൊട്ടിനെക്കുറിച്ച് ലേശൊരു ബാഹ്യം ഒരു ഗ്രാഹ്യം മുഴുവൻ അറിയണ്ട, കൊട്ട അറിയും വേണ്ട. അവരല്ലാണ്ട് കൊട്ട് കേട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ? ലേശം നേരം ഇങ്ങനെ ആക്കും ആവേശം കൊണ്ട്, അത് കഴിഞ്ഞാൽ പോകുക എന്നും പറയും അല്ലേ. ആദ്യം മുതൽക്ക് അവസാനം വരെ അതിനെ വിമർശനാത്മകമായിട്ട് ആസ്വദിക്കുന്നതെങ്കിൽ ആ വാദ്യത്തിനെ കുറിച്ച് അവന് അറിവുണ്ടാവണം എന്നർത്ഥം. ശരിക്കും കുറച്ചെങ്കിലും കൊട്ടാൻ പഠിച്ചിട്ടുണ്ടാവണം എന്നില്ല, അത് വേണ്ട. പക്ഷേ എങ്കിലും അതിനെക്കുറിച്ച് ഇത് ഇന്നതാണ് എന്നറിയണം. പാണ്ടിമേളാണ്, പഞ്ചാരിമേളാണ്, കേളിയാണ്, കായമ്പകയാണ്, അതിൻ്റെ എണ്ണങ്ങൾ ഏകദേശം ഇന്നതാണ് എന്നൊരു ധാരണ ഉള്ളവർക്കല്ലേ അത് ആദ്യാന്തം കണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. കുറച്ചൊക്കെ കാണും, ആവേശം ഉണ്ടാവും, ഒരു കാണു കഴിഞ്ഞാൽ മതി പോകാമെന്നും പറയും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു അറിവ് വേണം. പക്ഷേ ഈ പാട്ടിനുള്ളൊരു പ്രത്യേകത, ഭജന പാടുന്നു ആദ്യം മുതൽ അവസാനം വരെ കേട്ടിരിക്കേണ്ടതിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ല. അപ്പോൾ ഈ സംഗീതം എല്ലാവർക്കും ആസ്വദിക്കാം, പണ്ഡിതനും അതെ പാമരനും അതെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മനോഹരമായിട്ട് രാഗതാളങ്ങളാൽ നിബദ്ധമായിട്ട് തന്നെയാണ്. കാരണം ഗുരുവായൂർ അരങ്ങേറ്റമാണല്ലേ ചെമ്പൈ സംഗീതോത്സവത്തിൽ 5 മിനിറ്റ് പാടാൻ എവിടുന്നൊക്കെ സന്നാഹം കൂട്ടി വാഹനം എടുത്ത് പെട്രോൾ ചിലവാക്കി ആൾക്കാർ വരുന്നു. 5 മിനിറ്റേ പാടാൻ പറ്റൂ. അതിന് കിട്ടണില്ല എല്ലാവർക്കും, ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ ഇല്ലേ. ഈ 5 മിനിറ്റ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പാടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭക്തന്മാർ തറ സന്നാഹം കൂട്ടിയിട്ട് വരണത്. തറ ദൂരത്തുനിന്നാണ് വരണ. ചിലർക്ക് തലേ ദിവസം വന്ന് തങ്ങേണ്ടി വരും. നേരത്തെ ടൈം കൊടുത്തേച്ചാൽ അപ്പോൾ വാടക കൊടുക്കണം. എന്നാലും വേണ്ടില്ല, ഭഗവാന്റെ മുമ്പിൽ ഒന്ന് പാടുക. അപ്പോൾ ഈശ്വരൻ ഗുരുവായൂരപ്പൻ എല്ലാ കലകളുടെയും നാഥനാണ്. അഖില കല ആദി ഗുരുർന്ന നർത്ത എന്നൊരു പ്രയോഗമുണ്ട് കാളിയമർദ്ദനത്തിൽ. ഭരതനാട്യം ആവട്ടെ വേറൊന്നാവട്ടെ എല്ലാവരും ചിലവുണ്ട്. എന്നാലും ഗുരുവായൂർ അരങ്ങേറ്റം 6000-7000 ഉറുപ്പ്യക്ക് എത്ര ഒരു ദിവസത്തെ വാടക. അപ്പോൾ അതിലും കൂടിയുണ്ടോ ശരിയാ, എന്നാലും വേണ്ടില്ല അവിടെ തന്നെ വേണം എന്ന് വിചാരിക്കണത് എന്താ, അവിടെ ഇങ്ങോട്ട് അരങ്ങേറിയാൽ പിന്നെ അതിന് ശ്രേയസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. വായിക്കുകയാണെങ്കിലും അവിടെ ഗുരുവായൂർ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ തരാവൂ. അപ്പം അതുകൊണ്ട് സമ്മൂർച്ഛനാഭി ഉദിതസ്വരമണ്ഡലാഭി, മനോഹരമായിട്ടുള്ള ആരോഹണ അവരോഹണങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഊതല്ല, വെറുതെ പാടുന്നതും ആരോഹണ അവരോഹണങ്ങൾ ഏതെങ്കിലും ഒരു രാഗത്തെ അടിസ്ഥാനപ്പെടുത്തി മൂളുന്നതും വ്യത്യാസമുണ്ട് ഇല്ലേ. മറ്റത് വായെ തോന്നിയത് കോതയ്ക്ക് പാട്ടാവും. വിവിധ രാഗാധിഷ്ഠിതമായിട്ടുള്ള ആരോഹണം, ഓരോ രാഗത്തിനും ആരോഹണവും അവരോഹണവും ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് ആ രാഗത്തിൻ്റെ രീതി പോകുന്നത്. അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഒരു രാഗാധിഷ്ഠിതമായിട്ട് തന്നെയാണ്
ഓടക്കുഴൽ വിളിച്ചത്. എങ്ങനെയെങ്കിലും ഊതുക, അതല്ല എന്നർത്ഥം. അപ്പോൾ അതിന് വളരെയധികം ആകർഷണം ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ ഓരോ രാഗം, അമൃതവർഷിണി രാഗം വായിച്ചാൽ മഴ പെയ്യും എന്നാണ് പണ്ടത്തെ ഒരു അനുഭവം. ചില രാഗം സുരുട്ടിയൊക്കെ വായിച്ചാൽ പാമ്പുകൾ വരുത്രേ. അതുപോലെ നല്ല ഫലങ്ങളുണ്ട്, ഒരുപാട് നല്ല ഫലങ്ങൾ. നവാവരണ കീർത്തികൾ എന്ന് കീർത്തനം എന്ന് പറഞ്ഞിട്ട് ദീക്ഷിതർ 9, അതായത് ഒരു ഗാനം തന്നെയാണ്. ആ ഒരൊറ്റ കീർത്തനം 9 ദിവസം നവരാത്രി ആലാപിക്ക് കമലാംബിക എന്നുണ്ട്. 9 രാഗത്തിൽ ഒരേ ഗാനമാണ് പാടുന്നത്. അങ്ങനെ വിവിധ രാഗത്തിൽ പാടുന്ന കീർത്തനം വേറെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഉണ്ടാവാം. അത് ഓരോ ദിവസം നമ്മൾ ഓരോ രാഗം ചെല്ലിയാൽ ഇന്ന ഫലം എന്നുണ്ട് എന്നാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഇങ്ങനെയുള്ള ഓരോരോ ഫലം ഉണ്ട് എന്നാണ് പറയുക, നവാവരണ കൃതികൾ. അപ്പോൾ ഈ ഗാനങ്ങൾ ചെല്ലിയാൽ അതിനൊക്കെ നല്ല ഫലങ്ങളുണ്ട് എന്ന് പറയണം. വെറുതെ പാടുകയല്ല, കൊട്ടിപ്പാടി നടക്കുക, അതല്ല. ഉദിത സ്വരമണ്ഡലാപി, മനോഹരമായിട്ടുള്ള ആരോഹണ അവരോഹണങ്ങൾ പ്രയോഗിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ, ഭഗവാന്റെ അപ്പുറം ശാസ്ത്രീയം വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഓടക്കുഴലിൽ മനോഹരമായിട്ട് രാഗബദ്ധമായിട്ട് ഭഗവാൻ വേണുഗാനം ആലപിച്ചു. അപ്പം എന്തുണ്ടായി? സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം, ഈ ലോകം മുഴുവനെ അതിൽ ആനന്ദിച്ചു. പക്ഷിമൃഗാദികൾ അടക്കം കല്ലിനെയും കൂടി അലിയിച്ചു എന്ന് പറഞ്ഞാലോ. രാവണഞ്ച ദിഷതാമഭിപ്രഭു, അടുത്ത ദശകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, കല്ലിനെ പോലും അലിയിച്ചു ഗുരുവായൂരപ്പ ആ വേണുഗാനം. പഴയ കഥകളൊക്കെ സംഗീതം കൊണ്ട് കല്ല് ഉരുകിയിട്ടുള്ള കഥകളൊക്കെ വേറെയുണ്ട്. പക്ഷേ ഒരിക്കലും ഈ ഹനുമാൻ ആണോ വലിയ സംഗീതജ്ഞൻ, നാരദനാണോ വലിയ സംഗീതജ്ഞൻ എന്നൊരു സംശയം ഉണ്ടായി നാരദന്. ഹനുമാനേക്കാളും താനല്ലേ കേമനാവുക. അത് തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്ന് പറയും. ഒരിക്കലും നാരദൻ വീണയിൽ വായിച്ച വീണ അവിടെ വെച്ചപ്പോൾ അതെടുക്കാൻ കിട്ടിയില്ല. സംഗതിവശാൽ ഭഗവാന്റെ കാര്യം കൊണ്ട് അതവിടെ ഉറച്ചു. ഭഗവാനിപ്പോൾ എന്ത് ചെയ്യാനും പ്രയാസമില്ലല്ലോ. എന്ത് ശ്രമം നോക്കിയിട്ട് ഈ വീണ അവിടുന്ന് കിട്ടിയില്ല, എടുക്കാൻ കിട്ടണില്ല. രാഗം കൊണ്ടാണ് കല്ലുരുകിയതെങ്കിൽ വേറൊരു രാഗം കൊണ്ടത് വീണ്ടും ഉരുക്കാലോ. അതൊക്കെ നാരദൻ ശ്രമിച്ചു, ഒരു രക്ഷയില്ല. വീണ അവിടെ ഉറച്ചിരിക്കണു. അങ്ങനെ വരുമ്പോൾ ഹനുമാൻ അതിയെ വന്നു എന്നാണ്. അദ്ദേഹം ചില രാഗാലാപനം നടത്തിയപ്പോൾ ഈ കല്ലുരുകി ഇപ്പോൾ വീണ എടുത്തോളൂ എന്ന് ആക്ഷൻ കാട്ടി. വീണ കിട്ടി, ഇതൊരു കഥയുണ്ട്. അപ്പം കല്ലും ഉരുകും സംഗീതം കൊണ്ട് എന്ന് പണ്ടൊരു പറയലാണ്. സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം. പശുക്കളൊക്കെ അത് കൂർപ്പിച്ച് നിൽക്കുക, ചെവിയും കൂർപ്പിച്ചിട്ടേ. പുല്ല് തിന്നണ്ട, വെള്ളം കുടിക്കണ്ട. സംഗീതം അങ്ങനെയാണല്ലോ, ലഹരി എന്നാണ് പറയുക, സംഗീത ലഹരി. ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മറക്കും, പരിസരത്തെ മറക്കും. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടൊരു ഭാഗമാണ് സംഗീതം. സംഗീതം ഇല്ലാതെ അവർക്ക് ഒരു ദിവസമില്ല. അപ്പോൾ അത്രയും ആകർഷകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് സംഗീതം ഭാരതത്തിൽ. തത് വേണുനാഥമുപകർണ്യ ഹേ വിഭോ, അങ്ങയുടെ ആരെങ്കിലുമൊക്കെ സംഗീതം വായിച്ചാൽ തന്നെ സുഖമുണ്ട് ഇല്ലേ? ആര് പാടിയാലും സംഗീതം രസമുണ്ട്, നന്നായിട്ടാണ് പാടിയച്ചാൽ. അപ്പോൾ ഭഗവാൻ അത് വായിച്ചാലോ. തത് വേണുനാഥമുപകർണ്യ വിഭോ, അല്ലയോ സർവേശ്വര, അങ്ങയുടെ വേണുഗാനത്തിൻ്റെ മാഹാത്മ്യം എങ്ങനെ വാക്കൊണ്ട് വർണ്ണിക്കുക, അത് കേൾക്കന്നെ വേണമെന്ന് പറയണം. അപ്പം തരുണ്യത്തത്താദൃശ കിമപി ചിത്തവിമോഹമാപു, തരുണ്യ ചിത്തവിമോഹമാപു. തരുണി സ്ത്രീകൾ, ഗോപികൾ വല്ലാത്തൊരവസ്ഥാവിശേഷത്തെ പ്രാപിച്ചു. തത്താദൃശം, എങ്ങനെയെന്ന് പറയാൻ പറ്റാത്ത വല്ലാത്ത ഒരു ചിത്ത അവസ്ഥയെ ഈ വേണുഗാനം കേട്ടപ്പോൾ അവരല്ലാണ്ടായി തീർന്നു, ഒക്കെ മറന്നു. അതിലങ്ങനെ ലയിച്ച് എല്ലാ പ്രവൃത്തികളും അവിടെ നിർത്തി അത് കേട്ടു. തുടർന്ന് അവരുടെ പ്രവൃത്തികളെ പറ്റി കുറേയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.